എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ജീവിതവും നമ്മളുടെ റിലേഷൻഷിപ്പും ഹാപ്പി ആണോ അതല്ല അൺഹാപ്പി ആണോ? അൺഹാപ്പി ആണെങ്കിൽ, അതായത് സന്തോഷമില്ലെങ്കിൽ, അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് എപ്പോഴും അലർജി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ റിലേഷൻഷിപ്പ് അത് ബന്ധുക്കളായാലും ഫ്രണ്ട്സ് ആയാലും മനുഷ്യരെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ അലർജി ആയിട്ട് ഫീൽ ചെയ്യും. അതാരായിരുന്നാലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പേരൻസ്, കുട്ടികൾ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഫ്രണ്ട്സ്. റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുമ്പോൾ പരിധി വിട്ടിട്ടുള്ള അമിതമായ സ്നേഹം കൺട്രോൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ആ റിലേഷൻഷിപ്പ് സന്തോഷകരമായി എന്നെന്നും മാനേജ് ചെയ്യാനും കീപ്പ് ചെയ്യാനും സാധിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾക്കറിയാം, പലരും ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്നവർ, അങ്ങേയറ്റം സ്നേഹത്തിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുക. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ പിണങ്ങിക്കഴിഞ്ഞാൽ ആ സ്നേഹിച്ചത് എത്രയാണോ അതിൻ്റെ 10 മടങ്ങ് പിണങ്ങിയിട്ടുള്ള സമയത്ത് പറയാനുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പരസ്പരം സ്നേഹിക്കാം, സന്തോഷിക്കാം, റിലേഷൻഷിപ്പ് സന്തോഷകരമായി മുൻപോട്ട് കൊണ്ടുപോകാം. പക്ഷേ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഖലീൽ ജിബ്രാൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരാളുമായി സന്തോഷത്തിൽ കഴിയുമ്പോൾ, സ്നേഹിച്ച് കഴിയുമ്പോൾ, ദുഃഖവും മറ്റൊരു ഭാഗത്ത് പുതച്ച് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. സന്തോഷത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് ദുഃഖവും മറ്റൊരു സ്ഥലത്ത് വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ, ഇപ്പോൾ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ തന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള ആ ഒരു തീവ്രമായ സന്തോഷം പിന്നെ കുറഞ്ഞു വരുന്നത് കാണുന്നില്ലേ? അത് നമ്മൾ പരസ്പരം ഏത് മനുഷ്യന്മാരുമായിട്ട് കൂട്ടുകൂടുമ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? അനുഭവത്തിൽ വരുന്നില്ലേ? അതാണ് പറഞ്ഞത് മനുഷ്യർ അലർജി ഉള്ളവരാണ് എന്ന്. പക്ഷെ ആരാണ് ജീവിതത്തിൽ സന്തോഷിക്കുന്നത്? അത് ഒരു ലെവലിൽ മാനേജ് ചെയ്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്, അല്ലേ? ഇപ്പോൾ ഒരാൾ കല്യാണം കഴിഞ്ഞാൽ തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ പരസ്പരം ഷെയർ ചെയ്യുക സന്തോഷങ്ങളുടെ അത്ര ഗൗരവത്തിലുള്ള സന്തോഷം പിന്നെ കാലക്രമേണ കാണാറില്ല. കാരണം മനുഷ്യർ പരസ്പരം ഫുൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുകയും നമ്മളുടെ സന്തോഷത്തിൻ്റെ ആ തീവ്രത കുറഞ്ഞു വരികയും പിന്നെ ഒരു അഡ്ജസ്റ്റ് ആയിട്ട് ഒരുവിധം സന്തോഷത്തിൽ കൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ, മറ്റുള്ളവർ നമ്മൾക്കൊരു വാല്യൂ കണക്കാക്കണമെങ്കിൽ, അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മളാവുക, നമ്മളുടെ ആ ക്വാളിറ്റി എന്താണോ അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വരും എന്ന് മാത്രമല്ല, നമ്മളെ അവർ ഒരു വാല്യൂ ആയിട്ട് കണക്കാക്കുകയും ചെയ്യും. അപ്പം നമ്മളെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുക, ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലിൽ അസൂയൊന്നും ഇല്ലാതെ ആത്മാർത്ഥമായി സിൻസിയറായി മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് ഒരു സ്ഥാനമുണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അല്ലാതെ നമ്മളെ എൻഹാൻസ് ചെയ്ത് നമ്മളുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ മാനേജ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായും ആ ജീവിതം ഒരു സ്ട്രെസ്ഫുള്ളായിട്ടേ മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതത്തിൽ സ്ട്രെസ് ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് മനുഷ്യൻ സ്ട്രെസ്ഫുൾ ആകുന്നത്? ബിക്കോസ് നമ്മളുടെ റിലേഷൻഷിപ്പിന് ഇൻക്ലൂസീവ്നെസ് ഇല്ല, എക്സ്ക്ലൂസീവ്നെസ് ആണ്. ഇന്ന് ലോകത്ത് ജനങ്ങളിൽ കൂടുതൽ സ്ട്രെസ്ഫുൾ ഉണ്ടാകുന്നത് ഇൻക്ലൂസീവ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഓൾഡൻ ഡേയ്സ്, പണ്ടത്തെ കാലങ്ങളിൽ ഒരു വീട്ടിൽ 50ഉം 100ഉം ആൾക്കാർ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അതായത് പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ആൻറ്റിയുടെ അങ്കിൾസ്, അങ്കിളിൻ്റെ അങ്കിള്, ആൻറ്റിയുടെ ആൻറ്റി,
പേരക്കുട്ടികൾ, വൈഫ്, ചിൽഡ്രൻ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനെ എല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കുന്ന കാലമുണ്ടായിരുന്നു. അന്ന് ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കാലക്രമേണ നമ്മൾക്ക് ബുദ്ധി വെച്ചെന്ന് നമ്മൾക്ക് തോന്നിയപ്പോൾ അതിൽ നിന്ന് അങ്കിൾസും അവരുടെ ആൻറ്റീസിനെ ഒക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു, വേർപെടുത്തി. പിന്നെ ശേഷം വരുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഭാര്യയും പേരൻസും മക്കളും അവരുടെ മക്കളും. കാലക്രമേണ കുറച്ചുകൂടി ബുദ്ധി നമുക്ക് വെച്ചെന്ന് തോന്നിയപ്പോൾ ഭർത്താവും ഭാര്യയും മക്കളും അവരുടെ കുട്ടികളും. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഭർത്താവും ഭാര്യയും അവരുടെ മക്കളുമായി, ചെറിയ കുടുംബം. ശേഷം മക്കൾ ചിന്തിച്ചു തുടങ്ങി, ഞങ്ങളൊരധികപ്പറ്റാണ്, മക്കൾ വേർപിരിഞ്ഞു പോകാൻ തുടങ്ങി, വേറെ താമസിക്കാൻ തുടങ്ങി. ശേഷം ബാക്കിയുള്ളത് ഭാര്യയും ഭർത്താവും മാത്രം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ സ്റ്റൈൽ ലൈഫ്, അതായത് ഭാര്യയും ഭർത്താവും തന്നെ നിത്യവും കാണുന്നില്ല, വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് മാത്രം കണ്ടുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമായി. അപ്പോൾ ഒരു തനിച്ച് ജീവിക്കുന്നത് മാതിരിയാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈല്. ഇവിടെയാണ് സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് മുമ്പത്തെ അപേക്ഷിച്ച് എല്ലാ സൗകര്യങ്ങളും ഏത് ഫീൽഡിലാണെങ്കിലും, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, മറ്റുള്ള സൗകര്യങ്ങൾ IT മേഖലയിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും അവൈലബിളാണ്. എന്നാൽ മുമ്പത്തെ അപേക്ഷിച്ച് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന കാലത്തുണ്ടായ അന്നത്തെ ജനങ്ങളുടെ സന്തോഷം ഇന്നത്തെ ജനങ്ങളിൽ ഉണ്ടോ? ഇന്ന് എല്ലാവരും സ്ട്രെസ്ഫുള്ളാണ്. ബിക്കോസ് റിലേഷൻഷിപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ഇതിനെപ്പറ്റി ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്ന് റിസർച്ച് നടക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമായിട്ട് വേണ്ടത് എന്താണ്? റിലേഷൻഷിപ്പ്, നല്ല നല്ല ബന്ധങ്ങൾ, അതാണ് അത്യാവശ്യം. പക്ഷേ ഇന്നതില്ല. മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഏത് ഫീൽഡിലാണെങ്കിൽ, എല്ലാ ഫീൽഡിലും ഇന്ന് ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും ഇന്നുണ്ട്. പക്ഷേ ആൾക്കാർ ഹാപ്പിയല്ല. നമ്മൾ വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ലൈഫ് മോർ ആൻഡ് മോർ എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം 4 PM UAE ടൈം, 5:30 PM ഇന്ത്യൻ ടൈം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് കോളത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ see you.